നമസ്കാരം. സ്ത്രീകൾ മുന്നേറുന്ന സമൂഹമാണ് ഏറ്റവും പരിഷ്കൃത സമൂഹം എന്നാണ് അറിയുക. ഇന്ത്യയിൽ 50% സ്ത്രീകളുണ്ട്. പക്ഷെ ഭരണ നേതൃത്വത്തിൽ എത്ര സ്ത്രീകളുണ്ട്? അപ്പോ സ്ത്രീകളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ സ്ത്രീകൾക്ക് മാത്രമേ കഴിയൂ എങ്കിൽ ഭരണ നേതൃത്വത്തിലേക്കും രാഷ്ട്രീയ നേതൃത്വത്തിലേക്കും സ്ത്രീകൾ ശക്തമായി മുന്നോട്ട് വരേണ്ടതുണ്ട്. അത് സംവരണത്തിലൂടെ നടക്കില്ല. സംവരണം ഒരു തുടക്കം മാത്രമാവും. അതിന് പകരം നേരിട്ട് ഇടിച്ചു മുന്നോട്ട് കയറി വരേണ്ട സാഹചര്യം ഉണ്ടാകും. എന്നോടൊപ്പം രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ത്രീകളായിട്ടുള്ള സുഹൃത്തുക്കൾ എന്നോട് പറയാറുണ്ട്, പരിഗണന ലഭിക്കുന്നില്ല, ബഹുമാനം ലഭിക്കുന്നില്ല എന്നൊക്കെ. പരിഗണനയും ബഹുമാനവും അങ്ങനെ ആരെങ്കിലും താളത്തിൽ കൊണ്ടുവന്ന് തരില്ല. അത് പിടിച്ചു വാങ്ങണം. നമ്മുടെ സമൂഹം പുരുഷാധിപത്യ സ്വഭാവമുള്ളതാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. സ്ത്രീകൾക്ക് വേണ്ടി പുരുഷന്മാരെ എല്ലാം മുന്നിൽ കൊണ്ട് തരും എന്ന് വിശ്വസിച്ചാൽ അത് വലിയ മണ്ടത്തരമാകും. സ്ത്രീ പൂജ്യയാണ്, ക്ഷമാശീലയാണ്, സർവം സഹയാണ്. ഇതൊക്കെ വെറും പഞ്ചാര വർത്താനങ്ങൾ മാത്രമാണ്. സ്ത്രീകൾ അവരുടെ അവകാശങ്ങൾ ചോദിച്ച് വാങ്ങുന്നവളാകണം. സ്ത്രീകളെ മൂലക്കിരുത്താനുള്ള ഈ പഞ്ചാര വർത്തമാനങ്ങളിൽ വീണു പോകരുത്. പലപ്പോഴും സ്ത്രീകൾ അവകാശങ്ങളും തുല്യതയും ചോദിച്ചു വാങ്ങുന്നില്ല എന്നുള്ളതാണ് സത്യം. അവരെ സംരക്ഷിക്കപ്പെടാനും പരിലാളിക്കപ്പെടാനും ആഗ്രഹിക്കുന്നു. എപ്പോഴാണോ നിങ്ങൾ ഒരാളുടെ സംരക്ഷണം ആഗ്രഹിക്കുന്നത്, അത് അടിമത്തത്തിന്റെ തുടക്കമാണ്. ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന പല മര്യാദകളെയും ലംഘിക്കേണ്ടി വരും, പലതിനെയും തച്ചുടത്ത് വാക്കേണ്ടി വരും. പ്രയാസമായിരിക്കും ആ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ. പക്ഷേ ചിലരെങ്കിലും അത് ആദ്യമായി ചെയ്തു തുടങ്ങണ്ടേ? രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്ക് ഇടിച്ചു കയറി വരിക എന്നുള്ളതാണ് ഇപ്പോൾ സ്ത്രീകൾ ചെയ്യേണ്ടത്. സംവരണം വരുന്നതിന് വേണ്ടി കാത്തു നിൽക്കേണ്ട കാര്യമില്ല. ലോകത്തിൽ തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നു എന്ന് നമ്മൾ അവകാശപ്പെടുന്ന കേരളത്തില് ഒരു വനിതാ മുഖ്യമന്ത്രിയെ കാണാൻ ഇനി നമ്മൾ എത്ര കാലം കാത്തിരിക്കേണ്ടി വരും? മഹാത്മാഗാന്ധി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാ സ്ത്രീകളും കുടുംബിനികളാകുന്നതിനെ കുറിച്ചല്ല ആലോചിക്കുന്നത്. ചിലർ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കാതെ സ്ത്രീ മുന്നേറ്റത്തിന് വേണ്ടി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരണം. ധാർമ്മിക ശക്തി കൊണ്ടും ക്ഷമാശീലം കൊണ്ടും ബുദ്ധിശക്തി കൊണ്ടും ഒക്കെ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ ഒരു പടി മുന്നിൽ. ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ അത്യാവശ്യമായി വേണ്ടുന്ന ക്വാളിറ്റികൾ ഇവയൊക്കെയാണ്. പിന്നെ ആകെ വേണ്ടത് സാമൂഹികമായി നിലനിൽക്കുന്ന ഇന്നത്തെ ചില ബാന്ധവങ്ങളെ തകർത്തെറിഞ്ഞ് മുന്നോട്ട് വരാനുള്ള ശക്തി ആർജിക്കുക എന്നുള്ളത് മാത്രമാണ്. കേട്ടിട്ടില്ലേ, നഷ്ടപ്പെടാനുള്ളത് ചങ്ങല മാത്രം, നേടാനുള്ളത് സമത്വ സുന്ദര ലോകം. ഈ ലോക വനിതാ ദിനത്തിൽ എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വിപ്ലവാഭിവാദ്യങ്ങൾ.